രാഷ്ട്രീയ ചർച്ചകൾക്കിടയിൽ രൂപപ്പെടുന്ന ചില കൗതുകങ്ങളുണ്ട്. അത്തരത്തിലുണ്ടാകുന്ന കൗതുകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ. കിം ജോങ് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ബുധനാഴ്ച പുലർച്ചെ ഉത്തര കൊറിയയിലെത്തിയിരുന്നു. അവിടെ എത്തിയ പുടിന് കിം ജോങ് ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങൾക്ക് അത്ര പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു രാജ്യമാണ് ഉത്തര കൊറിയ. അതുകൊണ്ട് തന്നെ അവിടേക്കുള്ള പുടിൻ്റെ സന്ദർശനം മറ്റു ലോകരാജ്യങ്ങൾ അത്ഭുതത്തോടെയാണ് കണ്ടത്. 24 വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് പുടിൻ അവിടെ എത്തുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. കണ്ടുമുട്ടിയത് പുടിനും കിം ജോങ് ഉന്നും ആയതിനാൽ അവർ തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച വാർത്തകളുടെ തലക്കെട്ടുകളിൽ ഇടം പിടിച്ചിരുന്നു. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇരു രാജ്യങ്ങളും അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഉപരോധം നേരിടുന്നുണ്ട്. ജീവിത രീതികൾ കൊണ്ട് വാർത്തകൾ സൃഷ്ടിക്കുന്നവരാണ് ഈ രണ്ടു നേതാക്കളും. ഈ സാഹചര്യത്തിലാണ് ഉത്തര കൊറിയയുടെ ഭരണാധികാരിയായ കിം ജോങ് ഉന്നിനെക്കുറിച്ച് ചില കൗതുകങ്ങൾ ഉയരുന്നത്. കിം ജോങ് ഉന്നിനെക്കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ ഏവരുടെയും മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം രൂപപ്പെടും. കറുപ്പ് അല്ലെങ്കിൽ ചാര നിറത്തിലുള്ള ഒരു പ്രത്യേകതരം സ്യൂട്ട് ധരിച്ച് സഞ്ചരിക്കുന്ന പൊക്കം കുറവുള്ള ഒരാൾ. ബ്ലേസറിൽ 4 പോക്കറ്റുകളുള്ളതും നീളവും വീതിയുള്ളതും, അതായത് നല്ല ലൂസായ പാൻറ്റും അടങ്ങിയ സ്യൂട്ടാണ് കിം പതിവായി ധരിക്കുന്നത്. കിം ജോങ്ങിൻ്റെ വീഡിയോകളോ ഫോട്ടോകളോ കാണുമ്പോഴെല്ലാം ഇത്തരം വസ്ത്രങ്ങളായിരിക്കണം അദ്ദേഹം ധരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തിനാണ് കിം ജോങ് ഇത്തരമൊരു സ്യൂട്ട് ധരിക്കുന്നത്? പ്രത്യേകിച്ചും ആ പാൻറ്റ്, വളരെ വീതിയേറിയ പാൻറ്റ്. ഈ വസ്ത്രങ്ങളുടെ പിന്നിലെ കഥ എന്താണ്? ലോക കമ്മ്യൂണിസവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കഥയാണ് ഈ വസ്ത്രങ്ങൾക്ക് പറയുവാനുള്ളത്. കിം ജോങ് ധരിക്കുന്ന സ്യൂട്ടിൻ്റെ പേര് മാവോ സ്യൂട്ട് എന്നാണ്. ഇത് ഇന്ത്യയിൽ സഫാരി സ്യൂട്ട് എന്ന് വിളിക്കുന്ന വസ്ത്രത്തിന് സമാനമാണ്. ചൈന, കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ മാവോ സ്യൂട്ട് വളരെ സാധാരണമാണ്. ഈ സ്യൂട്ടിൽ ബ്ലേസറിൽ 4 പോക്കറ്റുകളും താഴെ ഒരു അയഞ്ഞ പാൻറ്റുമാണ് അടങ്ങിയിരിക്കുന്നത്. കറുപ്പും സമാന നിറങ്ങളിലുമാണ് ഈ വസ്ത്രങ്ങൾ സാധാരണ നിർമ്മിക്കുന്നത്. നിലവിൽ ഉത്തര കൊറിയയെ കൂടാതെ ചൈനയിലും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ വസ്ത്രം ഈ രാജ്യങ്ങളിൽ സർവ്വസാധാരണമായത്? ആധുനിക ചൈനയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സൺ യാത് സെന്നാണ് ഈ സ്യൂട്ട് ആദ്യമായി ധരിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. 1900-ൽ അദ്ദേഹം ഇത്തരത്തിലൊരു വസ്ത്രം നിർമ്മിച്ചു ധരിക്കുകയായിരുന്നു. അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ അടയാള വസ്ത്രമായി മാറി. തുടർന്ന് മാവോ സെ തുങ് അധികാരത്തിൽ വന്നപ്പോൾ അത് കൂടുതൽ പ്രസിദ്ധമായി. കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ വസ്ത്രത്തെ കൂടുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഈ വസ്ത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ചൈനയിലും ഉത്തര കൊറിയയിലുമൊക്കെ സാധാരണക്കാരുടെ വസ്ത്രമായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് മാവോ സ്യൂട്ട്. മാത്രമല്ല, ഈ വസ്ത്രം നിർമ്മിക്കുന്നത് പരമ്പരാഗത രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന തുണി കൊണ്ട് കൂടിയാണ്. ഈ രാജ്യങ്ങളിലെ നേതാക്കൾ അതിനെ അവരുടെ ഔദ്യോഗിക വസ്ത്രമാക്കി മാറ്റുകയായിരുന്നു. കിം ജോങ് ഉത്തര കൊറിയയിൽ അധികാരത്തിൽ കയറിയപ്പോൾ അദ്ദേഹവും ഈ വസ്ത്രം സ്വീകരിച്ചു. ഇപ്പോൾ ഈ വസ്ത്രം ധരിച്ചാണ് അദ്ദേഹം എവിടെയും എത്തുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ വസ്ത്രം ധരിക്കാത്ത കിം ജോങ് ഉന്നിനെ നമുക്ക് കാണാൻ സാധിക്കില്ല എന്ന് തന്നെ കരുതണം. സാധാരണയായി കിം ജോങ് വിദേശ സന്ദർശനങ്ങൾ നടത്താറില്ല. ഒരുപക്ഷെ അങ്ങനെ വിദേശ സന്ദർശനങ്ങൾ നടത്തുമ്പോഴും ഏതെങ്കിലും വിദേശ രാഷ്ട്രത്തലവന്മാർ ഉത്തര കൊറിയ സന്ദർശിക്കുമ്പോഴും ചിലപ്പോഴൊക്കെ ടൈയോടുകൂടിയ സാധാരണ സ്യൂട്ടിലാണ് അദ്ദേഹത്തെ കാണുന്നത്. പക്ഷേ പാൻറ്റ് മാറാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. മാവോ സ്യൂട്ടിലെ ആ പ്രസിദ്ധമായ പാൻറ്റ് തന്നെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അതിനിടെ ഇത്തരം വസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് ചില റിപ്പോർട്ടുകളും പ്രചരിക്കുന്നുണ്ട്. കിം ജോങ് പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്നും അത്തരമൊരു സാഹചര്യത്തിൽ തൻ്റെ രാജ്യത്തിൻ്റെ സംസ്കാരം തന്നോടൊപ്പം കൊണ്ടുപോവുകയാണെന്നും ഈ റിപ്പോർട്ടുകൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ഉത്തര കൊറിയയിലെ നിയമങ്ങൾ പല രാജ്യങ്ങളിലെ നിയമങ്ങളെക്കാൾ വ്യത്യസ്തങ്ങളാണ്. ഉത്തര കൊറിയയിൽ ജീൻസ് പോലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇത്തരം റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. രാജ്യത്തിൻ്റെ സാംസ്കാരികപരമായ വസ്ത്രങ്ങൾ മാത്രമേ ഇവിടെ ധരിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്നും ഇത്തരം റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് കിം ജോങ് തൻ്റെ പാരമ്പര്യമനുസരിച്ചുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നുവെന്നുള്ളതാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് കിം ജോങ് ഒരു സാധാരണ സ്യൂട്ട് ധരിച്ച ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. അതിനുശേഷം അദ്ദേഹം എന്തുകൊണ്ട് ആ വസ്ത്രം ധരിച്ചു എന്നുള്ളതിനെക്കുറിച്ചും ഉത്തര കൊറിയ നടപ്പുരീതികളിൽ നിന്നും മാറി നടക്കുകയാണോ എന്നുള്ളത് സംബന്ധിച്ചും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു. എന്നാൽ ആ സമയത്ത് മാത്രമാണ് അദ്ദേഹത്തെ ആദ്യമായി അത്തരം വസ്ത്രങ്ങളിൽ കണ്ടത്. അതിനുശേഷം വ്യത്യസ്തവും ഫാഷനുമായ വസ്ത്രങ്ങളിൽ കിം ജോങ്ങിനെ കണ്ട സന്ദർഭങ്ങൾ വളരെ കുറവാണ്. മറ്റൊരു രസകരമായ കാര്യം കൂടിയുണ്ട്. ഉത്തര കൊറിയയിൽ ജീൻസ് നിരോധിച്ചിട്ടുണ്ട്. ആ നിരോധനത്തിന് ഒരു രസകരമായ കാരണമുണ്ട്. അതായത് ജീൻസ് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ പ്രതീകമായാണ് ഉത്തര കൊറിയയിൽ കണക്കാക്കപ്പെടുന്നത്.
അതുകൊണ്ട് തന്നെ വളരെ കാലം മുൻപ് തന്നെ രാജ്യത്ത് ജീൻസ് നിരോധിച്ചിരുന്നു. ഉത്തര കൊറിയയിലെ TV ചാനലുകൾ ജീൻസ് ധരിച്ച ആളുടെ വീഡിയോ കാണിക്കുന്നതൊക്കെ രസകരമാണ്. നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കുമ്പോൾ ആ ഭാഗം ബ്ലർ ചെയ്യുന്ന, അതായത് മങ്ങിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ആ രീതിയിലാണ് ഉത്തര കൊറിയയിലെ TV ചാനലുകൾ ജീൻസ് ഇട്ട വ്യക്തിയുടെ ദൃശ്യങ്ങൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ ജീൻസിനെ മറയ്ക്കുന്നത്.